ഇത് തൃശ്ശൂർ ജില്ലയിലുള്ള ഇരിഞ്ഞാലക്കുട കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് ശ്രീ വെട്ടുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വരികയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട അറിയാലോ അല്ലേ? വരദാനങ്ങളുടെ നാടാണ് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ. വരദാനങ്ങളുടെ നാടാണ്. ദൈവത്തിൻ്റെ നാടായ കേരളത്തിൽ വരദാനങ്ങളുടെ നാടായി അറിയപ്പെടുന്ന സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിൽ പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കൂടൽമാണിക്യം കേട്ടിട്ടുണ്ടാവില്ലേ? കൂടൽമാണിക്യമുണ്ട്. കൊല്ലാറ്റി മുരുകൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അതുപോലെ ശ്രീ വെട്ടുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രമാണിത്. ഇവിടെ തന്നെയാണ് ഇതിനോട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. കേട്ടിട്ടുണ്ടാവും തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ. തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ പൂരം കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ആനകളും ദേവതകളും ദേവന്മാരൊക്കെ വന്ന് പങ്കെടുക്കുന്ന വലിയൊരു ആറാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെയാണ് 23 ദേവന്മാർ വന്ന് ആറാട്ട് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അത്രയും പ്രശസ്തിയായ ക്ഷേത്രമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്പലങ്ങളാണ്. ഇതിനടുത്ത് തന്നെയാണ് ആ ക്ഷേത്രം കൂടി ഉള്ളത്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഉത്സവം വരുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ മേടമാസത്തിലാണ്. മേടമാസത്തെ ഭരണിക്കാണ് ഇവിടുത്തെ ഉത്സവം വരാറ്. മേടമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടുത്തെ ഉത്സവം. ഇവിടേക്ക് വന്ന് എത്താനായിട്ടുള്ള സൗകര്യം, നമുക്ക് ബസ് സൗകര്യമൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ്സിൽ വരുന്നവർക്ക് തൃശ്ശൂർ വന്നിറങ്ങി അവിടുന്ന് ഊരകം വഴി കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ വഴി, അതായത് ഊരകം ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർക്ക് പോണ ബസ്സിലാണ് നമുക്കിവിടെ യാത്ര ചെയ്യേണ്ടത്. അവിടെ കയറി യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കരുവന്നൂർ ബംഗ്ലാവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. കരുവന്നൂർ ബംഗ്ലാവ് അല്ലെങ്കിൽ പുത്തൻതോട്, ഇതാണ് ഈ സ്റ്റോപ്പുകളുടെ പേര്. 2 സ്റ്റോപ്പാണ് തൊട്ടപ്പുറത്താണ്. ലിമിറ്റഡ് സ്റ്റോപ്പുകളിൽ വരുന്നവർക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുത്തൻതോട് എന്ന സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം. ലോക്കലാണെങ്കിൽ പ്രൈവറ്റ് ബസ് ലോക്കലാണെങ്കിൽ നമുക്ക് ബംഗ്ലാവിൽ തന്നെ ഇറങ്ങാം. ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും. മെയിൻ റോഡിൽ തന്നെയാണ്. വലിയ സൗകര്യം കണ്ടില്ലേ? അമ്പലത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ വിവാഹം നടക്കാതെ ഒരുപാട് നേരം വൈകി പിന്നെ പ്രായം കഴിഞ്ഞും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ദേവിക്ക് ഒരു പട്ടും താലിയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉടനടി അതിൻ്റെ ഒരു പരിഹാരങ്ങളൊക്കെ കാണാറുണ്ട്. ഓരോരു ഭയങ്കര നല്ലൊരു സവിശേഷതയാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ തിരുമേനി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറുപ്പം പയ്യനാണ്. പണ്ട് മുതലെങ്ങനെയാണ് നല്ല രീതിക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ അവർ പറഞ്ഞു തരികയും അത് നമ്മൾ ചെയ്യുന്ന എന്താണോ ആവശ്യം, എന്താണോ നമ്മൾ വഴിപാട് പറഞ്ഞത് ആ വഴിപാട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ചെയ്തു തരുന്ന ഒരു കൂടിയാണ്. വളരെ നല്ലൊരു പെട്ടെന്ന്, അതായത് ഇവിടുത്തെ ദേവിക്ക് ഒരു പ്രത്യേകത പറഞ്ഞത് സ്വന്തം നാട്ടിൽ തട്ടകത്തിലുള്ളവരെക്കാട്ടിയും കൂടുതലും തട്ടകത്തിന് പുറത്ത്, അതായത് ഈ നാട്ടിലല്ലാത്ത പുറത്ത് നിന്ന് വരുന്നവരെ ഒരുപാട് അധികം സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ളൊരു ദേവിയാണ്. നാട്ടിലുള്ളവരെ സ്നേഹിക്കാതല്ല, പക്ഷെ അതിഥികളെ ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദേവിയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയാമല്ലോ. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, തടസ്സങ്ങളും ഇതൊക്കെ മാറണമെങ്കിൽ, പൂജാകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പൂജകളാണ്. പൈസ ചിലവൊന്നുമില്ല, സൗജന്യമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മറവൻ മുത്തു 7 എന്നാണ് കേട്ടോ.